എല്ലാവർക്കും ശ്രീമാത്രേ നമഃ. ദശമഹാവിദ്യ തത്വം നമ്മൾ കണ്ടു. അവിടെ നിന്ന് ഓരോ ദശമഹാവിദ്യകളായിട്ട് നമ്മൾ പരിചയപ്പെട്ടു വരികയാണ്. അപ്പോ താരാദേവി, കാളി, അതിന്റെ ഓർഡർ അനുസരിച്ച് തന്നെയാണ് നമ്മൾ വരുന്നത് ഇപ്പോ. അപ്പോ കാളി, താര, ഷോഡശി, പിന്നെ ഭുവനേശ്വരി മഹിമയും ഭുവനേശ്വരി തത്വവും നമ്മൾ കണ്ടു. ഇനി അടുത്തതായിട്ട് നമ്മൾ ത്രിപുര ഭൈരവി, അതാണ് നമ്മൾ ഇനിയിപ്പോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ത്രിപുര ഭൈരവി എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പം ഭുവനേശ്വരി പോലെ തന്നെയാണ് നമുക്ക് ത്രിപുര ഭൈരവിയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് അത് എന്താണെന്ന് നോക്കാം ഇന്ന്. അപ്പൊ ത്രിപുര ഭൈരവി അതാണ് ഇന്നത്തെ നമ്മുടെ ദശമഹാവിദ്യകളില് നാലാമതായിരിക്കുന്ന മഹാവിദ്യ. അപ്പൊ ദശമഹാവിദ്യകളില് അഞ്ചാമതിരിക്കുന്ന വിദ്യയാണ് ത്രിപുര ഭൈരവി. ഭുവനേശ്വരിയാണ് നാലാമത്തത്. ഇത് അഞ്ചാമത്തതാണ് ത്രിപുര ഭൈരവി. അതിന്റെ തത്വമാണ് നമ്മളിപ്പോ നോക്കാൻ പോകുന്നത്. അപ്പൊ കാളി, താര, ഷോഡശി, ഭുവനേശ്വരി, ത്രിപുര ഭൈരവി. അപ്പൊ അഞ്ചാമത്തതാണ്. ദശമഹാവിദ്യകളിൽ അഞ്ചാമത്തെ വിദ്യയാണ് ത്രിപുര ഭൈരവി. അപ്പൊ ഭൈരവി എന്നുള്ള ശബ്ദത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. കാരണം ഭൈരവൻ, ഭൈരവി, ശിവനെ നമ്മൾ ഭൈരവൻ എന്ന് വിളിക്കുന്നു, ദേവിയെ നമ്മൾ ഭൈരവി എന്ന് വിളിക്കുന്നു, അല്ലെ? അപ്പൊ ഭൈരവി ശബ്ദത്തില് സൃഷ്ടി, സ്ഥിതി, സംഹാരങ്ങൾ മൂന്നും അടങ്ങിയിരിക്കുന്നു. അപ്പോ ഭരണം എന്ന് പറഞ്ഞാൽ എന്താ? സൃഷ്ടി, രമണം സംരക്ഷണം, വമനം സംഹാരം. ഇത് മൂന്നും ചെയ്യുന്നവളാകയാല് ഭൈരവി നാമത്തില് ദേവി പ്രകീർത്തിക്കപ്പെടുന്നു. ഇത് പരശുരാമ കൽപ്പസൂത്രത്തിൽ പറയുന്നുണ്ട്. നമ്മുടെ ശ്രീവിദ്യ ഉപാസന എല്ലാം തന്നെ, പൂജാക്രമങ്ങളെല്ലാം തന്നെ പരശുരാമ കൽപ്പസൂത്രത്തിൽ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇപ്പൊ തന്ത്രശാസ്ത്രത്തിലെ നിരവധി ഭൈരവി ദേവിമാരെ കുറിച്ച് പരാമർശമുണ്ട്. ത്രിപുര ഭൈരവി, സമ്പത് പ്രഭ ഭൈരവി, കൗളേശ ഭൈരവി, സകല സിദ്ധിപ്രദ ഭൈരവി, ഭയവിധ്വംസിനി ഭൈരവി, ചൈതന്യ ഭൈരവി, കാലഭൈരവി, ആനന്ദ ഭൈരവി, കാമേശ്വരി ഭൈരവി, നിത്യ ഭൈരവി, രുദ്ര ഭൈരവി, അന്നപൂർണ ഭൈരവി, ഇങ്ങനെ പോണു. അനേകം തന്ത്രശാസ്ത്രത്തില് ഭൈരവി സങ്കല്പങ്ങൾ തന്നെ വളരെ വെറൈറ്റി ആയിട്ട്, വളരെ എന്താ പറയുക, എണ്ണം കൂടുതലാണ് ഭൈരവി. അതുകൊണ്ടാണ് ഈ പറയുന്ന ദശമഹാവിദ്യകളില് ഭൈരവി എന്നുള്ള സങ്കല്പം 3 ദേവതമാര് ചേർന്നതായതുകൊണ്ട് വളരെയധികം പ്രാധാന്യമുണ്ട് അതിന്. അപ്പോ ഈ രൂപങ്ങളെല്ലാം തന്നെ മഹാവിദ്യയായിരിക്കുന്ന ത്രിപുര ഭൈരവിയുടെ വ്യത്യസ്ത ഭാവങ്ങളാണ്. അപ്പൊ ഓരോ ഭാവത്തിനും അതേ സങ്കല്പത്തിന് രൂപമായിരിക്കുന്ന ഭൈരവനായിട്ട് പരമശിവനും വർത്തിക്കുന്നു. നമ്മൾ കണ്ടു ദശമഹാവിദ്യകളിൽ എല്ലാ രൂപങ്ങൾക്കും അതിൻ്റെ തന്നെ ഭൈരവനുമുണ്ട്. അപ്പൊ തന്ത്രശാസ്ത്രത്തില് 3 ദേവിമാരാണ് ത്രിപുര നാമത്തിൽ അറിയപ്പെടുന്നത്. ആരൊക്കെയാണ്? ബാല ത്രിപുര സുന്ദരി, മഹാത്രിപുര സുന്ദരി, ത്രിപുര ഭൈരവി. അപ്പൊ ഇങ്ങനെയുള്ള ദേവിമാരില് ഇതില് ബാലയെ മാത്രം നമ്മൾ 9 വയസ്സുള്ള കുമാരി, അല്ലെ? ആ ഒരു മഹാത്രിപുര സുന്ദരിയെ 16 വയസ്സുള്ളവളായിട്ടും ത്രിപുര ഭൈരവിയെ 32 വയസ്സുള്ള പ്രൗഢ വനിതയുമായിട്ടാണ് സാധാരണഗതിയിൽ വർണ്ണിക്കാറുള്ളത്. അപ്പൊ ബാലാമന്ത്രം എന്ന് പറയുന്നത് നമുക്കറിയാം, 3 ബീജങ്ങൾ ചേർന്ന ആ 3 ബീജമന്ത്രാക്ഷരങ്ങളുടെയും അധിഷ്ഠാത്രിയാണ് ബാല ത്രിപുര ദേവി എന്ന് അറിയപ്പെടുന്നത്. അത് 3 വയസ്സുള്ള കുട്ടിയായിട്ട് പറയുന്നുണ്ട്, 6 വയസ്സുള്ള കുട്ടിയായിട്ട് പറയുന്നുണ്ട്, 9 വയസ്സുള്ള കുട്ടിയായിട്ടും പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ അധിഷ്ഠാത്രിയാണ് ബാല ത്രിപുര ദേവി, ത്രിപുര ദേവി. അപ്പൊ മനോബുദ്ധി ചിത്തങ്ങളാകുന്ന പുരങ്ങളിൽ വസിക്കുന്നത് കൊണ്ടും സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളിൽ കുടികൊള്ളുന്നത് കൊണ്ടും ദേവി ത്രിപുര എന്നറിയപ്പെടുന്നു. അപ്പൊ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരാൽ പൂജിക്കപ്പെടുന്നതായതുകൊണ്ട് ദേവിയെ ത്രിപുര, ഇതാണ് വാരാഹി തന്ത്രം പറയുന്നത്. അപ്പൊ ത്രിശക്തി ചേർന്നതിനെയാണ് ത്രിപുര എന്ന് പറയുന്നത്. അല്ലാതെ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. 3 പുരങ്ങളുള്ളത്, 3 ശക്തികൾ ചേർന്നത്, അതിനെ മാത്രമാണ് നമ്മൾ ത്രിപുര എന്ന് പറയുന്നത്. അപ്പോ ആ ഒരു മൂർത്തിത്രയം ചേർന്നതിനെയാണ് നമ്മൾ എപ്പോഴും ത്രയി എന്ന് പറയുന്നത്. അപ്പൊ മൂർത്തിത്രയസ്യാപി പുരാതന തത്വത്തംബിക ദേവ ത്രിപുരേതി നാമഹ. അതായത് ത്രിമൂർത്തികളെല്ലാം തന്നെ പുരാതനമാണ്, ആദ്യമുണ്ടായ ശക്തികളാണ്, അല്ലെ ത്രിമൂർത്തികള്. അപ്പൊ അതെല്ലാം
പുരാതനം, പഴയത്, ആദ്യമുണ്ടായതാണ്. അപ്പൊ അതുകൊണ്ട് ദേവി ത്രിപുരയായി എന്ന് പറയണു. ഇപ്പൊ മൂർത്തിത്രയം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? മൂർത്തിത്രയം ഒരു കാര്യമല്ല, പലത് ചേർന്നതിനെയാണ് നമ്മൾ മൂർത്തിത്രയം എന്ന് പറയുന്നത്. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ മൂർത്തിത്രയം എന്ന് പറയാറുണ്ട്. അപ്പൊ അഗ്നിത്രയം പറയാറുണ്ട്. അഗ്നിത്രയം എന്ന് പറഞ്ഞാൽ എന്താ? ഗാർഹപത്യം, ആവഹനീയം, ദക്ഷിണ, ഈ ചേർന്ന 3 അഗ്നികൾ ചേർന്നതിനെ നമ്മൾ അഗ്നിത്രയം എന്ന് പറയാറുണ്ട്. ശക്തിത്രയം പറയാറുണ്ട്, ഇച്ഛാജ്ഞാന ക്രിയാശക്തികള്. സ്വരത്രയം പറയാറുണ്ട്, ഉദാത്തം, അനുദാത്തം, ത്വരിതം. അപ്പോ ത്രിലോകങ്ങള്, സ്വർഗം, ഭൂമി, പാതാളം, ത്രിപദം, അതായത് 3 പാദമുള്ള ഗായത്രി അല്ലെ, അതിന്റെ 4ാമത്തെ പാദമാണ് ശ്രീവിദ്യ. പിന്നെ ത്രിപുഷ്കരം, ത്രിബ്രഹ്മം, ഋക്ക്, യജുസ്, സാമം, ത്രിവർണം, ഈ സ്വരം, വ്യഞ്ജനം, അനുസ്വാരം, പിന്നെ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യർ, ഇങ്ങനെ എല്ലാം 3ആണ് അല്ലെ. അപ്പൊ ആ ജഗത്തെന്ന് പറയുന്നത് ത്രിധാമ നിയമിതം. അപ്പൊ ധർമാർത്ഥ കാമ മോക്ഷങ്ങളില് ധർമ്മം, അർത്ഥം, കാമം, ഇതും 3 ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി 3 അപ്പൊ ത്രയി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് എന്താണ്? ത്രിവർഗം, സത്വരജസ്തമം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് 3 ആ ഒരു 3 ചേർന്നതാണ്. ഇപ്രകാരം ഇങ്ങനെ 3ആയി തരംതിരിക്കപ്പെട്ടിരിക്കുന്ന വസ്തുക്കളെല്ലാം തന്നെ തന്നിൽ നിന്ന് അന്വയിക്കുന്നതായതുകൊണ്ട് ദേവിക്ക് ത്രിപുര, ദേവിയിൽ നിന്നാണ് ഇതെല്ലാം വരുന്നത് അല്ലെ. അപ്പൊ ആ 3 വരുന്ന ദേവിക്ക് ത്രിപുര എന്ന നാമം വന്നു. അപ്പം മൂലാധാര, അനാഹതം, മൂലാധാരം, സ്വാധിഷ്ഠാനം, അനാഹതം, ആജ്ഞ, ഇങ്ങനെ 3 ഉപാസനാ സ്ഥലങ്ങളോട് കൂടിയവൾ. ഇതിൽ സ്വാധിഷ്ഠാനം നമ്മൾ എടുത്തു പറയാറില്ല. സാധാരണഗതിയിൽ മൂലാധാരം, അനാഹതം, ആജ്ഞ, ഇങ്ങനെ ഉപാസനാ സ്ഥലങ്ങളോട് കൂടിയവള് ആയതുകൊണ്ട് ദേവി ത്രിപുര. പിന്നെ ബ്രഹ്മഗ്രന്ഥി, ബ്രഹ്മഗ്രന്ഥി എന്ന് പറയുന്നത് മൂലാധാര, സ്വാധിഷ്ഠാനങ്ങൾ എന്ന് പറയുന്ന സൃഷ്ടിചക്രം, വിഷ്ണുഗ്രന്ഥി, മണിപൂരകം, അനാഹതം എന്ന് പറയുന്ന സ്ഥിതിഖണ്ഡം, രുദ്രഗ്രന്ഥി, വിശുദ്ധി, ആജ്ഞ എന്ന് പറയുന്ന സംഹാരഖണ്ഡം. അപ്പൊ ഇതിന്റെ നാഥ ആയതുകൊണ്ട് ദേവിക്ക് എന്താ പേര്? ത്രിപുര. അപ്പൊ ത്രിമൂർത്തി സത്വാശ്ച പുരോ ഭവത്വാ ത്രയീമയത്വാച്ച പുരൈവ ദേവ്യ ലയേ ത്രിലോക്യാമപി പൂരകത്വാത് പ്രായോ അംബികായ ത്രിപുരേതി നാമഹ. ദേവിക്ക് എന്തുകൊണ്ടാണ് ഈ പേര് വന്നതെന്നാ പറയുന്നത്? ത്രിമൂർത്തികൾക്ക് മുമ്പേ ഉണ്ടായവളും വേദങ്ങളിലെ കർമ്മ, ഉപാസന, ജ്ഞാന, കാണ്ഡ സ്വരൂപമുള്ളവളായതുകൊണ്ടും പ്രളയശേഷം 3 ലോകങ്ങളെയും വീണ്ടും സൃഷ്ടിക്കുന്നവളാകിയാലും ദേവി ത്രിപുര എന്ന് വിഖ്യാതയായി. ഇപ്പൊ വാഗ്ഭവകൂടം, കാമരാജകൂടം, ശക്തികൂടം ഇവ ചേർന്നുണ്ടായ ശ്രീവിദ്യാ മന്ത്രത്തിന്റെ അതിദേവത ആയതുകൊണ്ട് ദേവി ത്രിപുര സുന്ദരി എന്നറിയപ്പെടുന്നു. ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി അവസ്ഥകൾക്ക് കാരണമായും വാമദക്ഷിണ മിശ്ര സമ്പ്രദായങ്ങളിൽ ആരാധിക്കപ്പെടുന്നവളായതുകൊണ്ടും ദേവിക്ക് ത്രിപുര. അപ്പോ ബ്രാഹ്മി, മാഹേശ്വരി, വൈഷ്ണവി, ഈ 3 ശക്തികളുടെയും സംയോജിത ഭാവമായതുകൊണ്ട് ത്രിപുര. നമുക്കറിയാം ശ്രീചക്രത്തിലെ ആദ്യത്തെ ത്രികോണം അല്ലെ, ആ ത്രികോണത്തിലിരിക്കുന്ന 3 ശക്തികള്. ഇല്ലെങ്കിൽ ദേവിയുടെ ആ പഞ്ചബ്രഹ്മാസനത്തിന്റെ കാലുകളായിരിക്കുന്ന ബ്രഹ്മ, വിഷ്ണു, രുദ്രന്മാര്. അപ്പൊ ഇതിന്റെ 3 ശക്തികള്, ഇവർ 3 പേരും ചേർന്നതായതുകൊണ്ടും ദേവിക്ക് ത്രിപുര എന്ന് പേര്. അപ്പോ ത്രിപുര ദേവിയെ പോലെ ശ്രേഷ്ഠയായിട്ട് ഒരു ദേവി മറ്റില്ല എന്ന് എല്ലാ തന്ത്രശാസ്ത്രങ്ങളും പറയുന്നുണ്ട്. ന ഗുരോ സദൃശോ ദാത, ന ദേവ ശങ്കരോപമ, ന കൗളാത് പരമോ യോഗി, ന വിദ്യ ത്രിപുരാപര. ഗുരുവിന് തുല്യനായിട്ടൊരു ദാതാവും, ശങ്കരന് തുല്യനായിട്ടൊരു ദേവനും, കൗളന് തുല്യനായിട്ടൊരു യോഗിയും, ത്രിപുരയ്ക്ക് തുല്യമായിട്ടൊരു ശക്തിയും വേറെ ഇല്ലെന്ന് പറയണു. ഈ ഭൂമിയിലല്ല, ഈ 14 ലോകങ്ങളിലും. അപ്പൊ ത്രിപുര ഭൈരവി ദേവിയെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയണമെങ്കിൽ ആ സ്കന്ദ പുരാണത്തിൽ അന്തർഗതമായിരിക്കുന്ന കോലാപുര മഹാത്മ്യത്തിന്റെ പരാമർശം കാണാം. നമ്മൾ സാധാരണ കേട്ടിട്ടുണ്ട് മൂകാംബികാ ദേവി ത്രിപുര ഭൈരവിയാണ്. നമ്മൾ സാധാരണ ഈ ഒരു ദേവി മഹാത്മ്യത്തിന്റെ അധിഷ്ഠാത്രിയായിരിക്കുന്ന ആ ഒരു ചണ്ഡിക എന്ന് പറയുന്ന ഭാവം സാധാരണഗതിയിൽ കേരളത്തില് അതാണ് എന്ന് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ആരാണ് ഈ മൂകാംബിക ദേവി എന്ന് വളരെ വ്യക്തമായിട്ട് കോലാപുര മഹാത്മ്യം എന്ന് പറയുന്ന പുരാണത്തിൽ പറയുന്നുണ്ട്. കാരണം ത്രിപുര ഭൈരവിയാണ് മൂകാംബികയിൽ ഇരിക്കുന്ന ദേവി. നമുക്ക് നോക്കാം. അപ്പൊ ഈ എന്താ പറയാ, കംഹൻ എന്ന് പറയുന്ന അസുരൻ ഭൈരവി എന്ന് പറയുന്ന ദേവിയെ തപസ് ചെയ്ത് പുരുഷന്മാരാൽ അവധ്യയായിരിക്കാൻ വരം വാങ്ങി. പുരുഷന്മാര് പറഞ്ഞ ഒരു ദേവി മാത്രം, ഒരു സ്ത്രീ മാത്രമേ വധിക്കാവൂ, ബാക്കി ആരെ കൊണ്ടും എന്താ പറയാ മരണം സംഭവിക്കില്ല എന്നുള്ള വരം വാങ്ങിയ ദൈത്യൻ കോലാപുരത്തിൽ പ്രവേശിച്ചു.
അപ്പൊ അവിടെ സമാധിയിൽ സ്ഥിതി ചെയ്യുന്ന കോല മഹർഷിയെ ആ ഒരു മായാശക്തി കൊണ്ട് ഉയർത്തിയെടുത്ത് വേറൊരു സ്ഥലത്ത് എത്തിച്ചു എന്ന് പറയുന്നു. അപ്പൊ കോലാപുരം എന്ന് പറയുന്നത് കോല മഹർഷി തപസ് ചെയ്ത നമ്മുടെ മാംഗ്ലൂരിനടുത്തായിട്ടാണ് ഈ കോലാപുരം. അപ്പൊ കോലാപുരം എന്ന് പറയാൻ കാരണം എന്താ? അവിടെ അതിപ്രസിദ്ധനായിരിക്കുന്ന കോല മഹർഷിയാണ് അവിടെ തപസ് ചെയ്തിരുന്നത്. ആ സ്ഥലം കോലാപുരം എന്നറിയപ്പെട്ടു. ഈ കംഹൻ എന്ന് പറയുന്ന അസുരൻ ലഭിച്ചതിന് ശേഷം എന്ത് ചെയ്തു? അവിടെ ചെന്ന് തന്റെ മായ കൊണ്ട് ഈ മഹർഷിയെ അവിടുന്ന് പൊക്കിയെടുത്ത് വേറൊരു സ്ഥലത്ത് കൊണ്ട് എത്തിച്ചു. അങ്ങനെ കോലാപുരത്തിന്റെ അധിപതിയായി കംഹൻ അവിടെ പ്രഖ്യാപിച്ചു. തന്റെ ദുഷ്ടന്മാരായ കൂട്ടുകാരോടും സൈന്യത്തോടും കൂടി 3 ലോകങ്ങളെയും ദ്രോഹിച്ചു തുടങ്ങി അവിടെ താമസിച്ചുകൊണ്ട്. അപ്പൊ കോലാപുരത്തിലേക്ക് സജ്ജനങ്ങള് പ്രവേശിക്കാൻ തന്നെ സാധ്യമല്ലാതായി. കാരണം എന്താ? ഈ ദൈത്യന്റെ ദുഷ്പ്രവർത്തികളെ തന്റെ ഭക്തര് വിഷമിക്കുന്നത് കണ്ട് സാക്ഷാൽ ത്രിപുര ഭൈരവി ദേവി തന്നെ ഈ കംഹാസുരനെ നിഗ്രഹിക്കാൻ തീരുമാനിച്ചു. അപ്പൊ യുദ്ധത്തിനായി കോലാപുരത്തിലെ പ്രത്യക്ഷയായ ഭൈരവി ദേവിയെ കണ്ട് ഭയചകിതനായിട്ടുള്ള കംഹൻ എന്ത് ചെയ്തു? ഋഷ്യമൂക ഗിരിയിലേക്ക് പലായനം ചെയ്തു. അവിടെ അവൻ ശിവനെ ധ്യാനിക്കാൻ തുടങ്ങി. അപ്പൊ ദേവി ഈ കംഹാസുരനെ ഇല്ലാതാക്കാനാണ് വന്നത്. അപ്പോഴത്തേക്ക് കംഹാസുരൻ എന്ത് ചെയ്തു? അവിടുന്ന് രക്ഷപ്പെട്ടു കളഞ്ഞു. എന്നിട്ട് ശിവനെ തപസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ അനേക വർഷങ്ങള് ശിവനെ തപസ് ചെയ്തു എന്നും വൈവസ്വത മന്വന്തരത്തിലെ 28ാം ദ്വാപര യുഗത്തില് ശിവൻ അവന് വരം നൽകാൻ തീരുമാനിച്ചു. ഇത് എങ്ങനെയാണെന്ന് അറിയില്ല. ദേവകള് ഇത് അറിഞ്ഞു. ദേവകള് വളരെയധികം ഭയചകിതരായി. അവരെന്ത് ചെയ്തു? ഇനിയിപ്പം ശിവൻ വന്ന് വരം കൊടുത്താല് ആരായിരിക്കും ഇനി ഇവരെ സംഹരിക്കാൻ വരിക? അവര് ഭയന്നു പോയി. അപ്പൊ അവര് നേരെ എന്ത് ചെയ്തു? ആ ഒരു കോലാപുരത്ത് വന്ന് ദേവിയെ സ്തുതിക്കാൻ തുടങ്ങി. വളരെ വിശേഷപ്പെട്ട സ്തുതിയാണ് ഇത്. ഇന്നും മൂകാംബിക സ്തുതിയായിട്ടാണ് അറിയപ്പെടുന്നത്. നമസ്തേ മഹാലക്ഷ്മി കോലാപുരേശി ഹരീശാദി ദേഹാർത്ഥ തേജോമയ പ്രസ്ഫുരത് ചക്രരാജാഖ്യ ലിംഗസ്വരൂപേ മഹായോഗി കോലർഷി ഹൃത്പത്മഗേഹേ നമസ്തേ മഹാലക്ഷ്മി കോലാപുരേശി നമ ശംഖചക്ര അഭയ അഭീഷ്ടഹസ്തേ നമസ്തേംബികേ ഗൗരി പത്മാസനസ്തേ നമ സ്വർണവർണേ പ്രസന്നേ ശരണ്യേ നമസ്തേ മഹാലക്ഷ്മി കോലാപുരേശി. ഇപ്പൊ ഇത് എന്താ പറയാ, മൂകാംബികയിലെ പല പല ശ്ലോകങ്ങളിലും നമുക്കിത് കേൾക്കാം. കാരണം ആ ഒരു കോലാപുരേശി മഹാലക്ഷ്മി എന്നൊക്കെ വിളിക്കുന്നത് സാക്ഷാൽ മൂകാംബികയായിട്ടിരിക്കുന്ന ഈ പറയുന്ന ത്രിപുര ഭൈരവിയാണ്. അപ്പൊ ദേവകളുടെ ഈ സ്തുതി കേട്ടിട്ട് വളരെ പ്രസന്നയായി ദേവി. അവർക്ക് മുമ്പില് പ്രത്യക്ഷയായി ദേവി. അപ്പൊ ദേവകളോട് ദേവി ചോദിച്ചു, അല്ലയോ ദേവന്മാരെ, നിങ്ങൾ ഇത്രയും ഭയഭീതരായിട്ട് എന്തിനാണ് ഇവിടെ വന്ന് ഇരിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ ഇത്രയും വിഷമത്തോടു കൂടി എന്നെ ഇങ്ങനെ സ്തുതിച്ചത്? വളരെ മനോഹരമായിരിക്കുന്ന ഈ സ്തുതിയില് ഞാൻ വളരെയധികം പ്രസന്നയാണ്. കാരണം ഈ സ്തുതി മഹാലക്ഷ്മിയുടെ, കാരണം മൂകാംബികയില് ഇതിനൊരു കഥയുണ്ട്. അത് ഇനി നമ്മള് എന്താ പറയാ ഭക്തമാനസ ഹംസികയിൽ കേൾക്കാം. കാരണം അവിടെ മഹാലക്ഷ്മി ആയിരുന്നു ആദ്യം പ്രതിഷ്ഠ. മഹാലക്ഷ്മിയാണ് കോല മഹർഷി പൂജിച്ചുകൊണ്ടിരുന്നത്. പിന്നെയാണ് അവിടെ ഈ ഒരു എന്താ പറയാ എങ്ങനെയാണ് ഈ ചൈതന്യം അവിടെ വന്നതെന്നും ത്രിപുര ഭൈരവി വന്നതെന്നും അവിടെ പറയുന്നുണ്ട്. അപ്പോ മഹാലക്ഷ്മി എന്ന് പറയുമ്പോൾ എന്താ പറയാ ആദിമൂർത്തിയാണ് അല്ലെ ചണ്ഡിക. ദേവി മഹാത്മ്യത്തിന്റെ മധ്യമചരിതത്തിലെ മഹാലക്ഷ്മി തന്നെയാണ് ചണ്ഡികയായിട്ടിരിക്കുന്നത്. ചണ്ഡിക ആദ്യാലക്ഷ്മിയാണ്. അപ്പൊ ആ അമ്മയെ തന്നെയാണ് നമ്മൾ ത്രിപുര സുന്ദരി എന്നും ചണ്ഡിക എന്നും എല്ലാം പറയുന്നത്. ഇവിടെയും മഹാലക്ഷ്മി എന്ന് പറഞ്ഞിട്ടാണ് സ്തുതിക്കുന്നത്, കോലാപുരേശി. അപ്പൊ എന്നെ ഇങ്ങനെ സ്തുതിച്ചത് കൊണ്ട്, കാരണം എന്റെ രഹസ്യത്തെ അറിഞ്ഞ് നിങ്ങൾ സ്തുതിച്ചോണ്ട് ഞാനിപ്പോ വളരെ സംപ്രീതിയായിരിക്കുന്നു. എന്താണ് നിങ്ങളുടെ ആഗ്രഹങ്ങള്? അത് ഞാൻ സാധിച്ചു തരാം. അതിനായിട്ട് നിങ്ങൾ എന്താണെന്ന് പറയൂ. ഇത് കേട്ട് ദേവിയുടെ വചനങ്ങൾ കേട്ട് വളരെ സങ്കടപൂർവ്വം ദേവകള് പറഞ്ഞു, അല്ലയോ ലോകമാതാവായിരിക്കുന്ന ദേവി, ലോകം കണ്ട ഈ പറഞ്ഞ ആ ഒരു ഏറ്റവും വലിയ അസുരനായിരിക്കുന്ന ആ ഒരു എന്താ പറയാ എല്ലാവർക്കും ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കംഹൻ എന്ന് പറയുന്ന മഹാദേവനെ ധ്യാനിച്ച് തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം അമ്മ അവനെ കൊല്ലാനായിട്ട് വന്നപ്പോ അവൻ ഇവിടുന്ന് പലായനം ചെയ്തു. ഇപ്പൊ വീണ്ടും ശിവനെ ധ്യാനിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോ എന്താ ചെയ്യുന്നത്? അപ്പൊ ശങ്കരൻ പ്രസാദിച്ച് അവന് വരം കൊടുത്താൽ ആരാലും വധിക്കാൻ സാധിക്കാത്തതായിട്ടുള്ള ഒരാളായിട്ട് കംഹൻ മാറും. അപ്പോ അതുകൊണ്ട് വരം വാങ്ങാത്ത വിധം അവനെ തടയേണ്ടതാണ് അമ്മേ. അത് അവിടത്തേക്ക് മാത്രമേ സാധിക്കുള്ളൂ. ആപത്തിൽ നിന്തിരുവടിയല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു ഗതിയില്ല. ഇങ്ങനെ അവര് ദേവിയെ ശരണാഗതി ചെയ്യാണ്. അപ്പൊ ദേവകളുടെ ദുഃഖം കണ്ട് മനമലിഞ്ഞ ദേവി കംഹനെ
ആ നിമിഷ നേരത്തിൽ തന്നെ മൂകനാക്കി. ഇതിനകത്ത് പറയുന്നുണ്ട്, സരസ്വതി ദേവിയെ വിളിച്ചുവെന്നും അവന്റെ നാവിൽ ചെന്നിട്ട് അവന് വാക്കുകൾ പുറത്തു വരാതെ നാവിൽ ഇരിക്കാൻ പറയുകയും ചെയ്തു എന്നാണ് കഥ. അപ്പോ കാലാന്തരത്തില് കോലാപുരത്തിലെ ദേവി സാന്നിധ്യം അല്പമൊന്ന് കുറഞ്ഞു. ഈ അവസരത്തില് ആശകൾ സാധിക്കാത്തത് കൊണ്ട് മാത്രമല്ല, മൂകനായി തീർന്ന, കോപാന്ധനായിട്ട് നടന്ന മൂകാസുരൻ വീണ്ടും ലോകങ്ങളെ പീഡിപ്പിക്കാൻ തുടങ്ങി. അപ്പൊ മൂകാസുര ശല്യം സഹിക്കാതെ വന്നപ്പോ ദേവകള് ദേവിയെ ശരണം പ്രാപിച്ചു. മൂകാസുര നിഗ്രഹത്തിനായി ദേവി വീരഭദ്രനോടും പുത്രനായിരിക്കുന്ന ഗണപതിയോടും ഭൂതഗണങ്ങളോടും കൂടി പതിയായ ശ്രീ പരമേശ്വരനെയും കൂട്ടി കോലാപുരത്തേക്ക് എഴുന്നള്ളിയെന്ന് കഥ. തുടർന്ന് നടന്ന അതിഭയങ്കരമായ യുദ്ധത്തില് മഹാദേവനെ സാക്ഷിയാക്കി ജഗദംബിക മൂകാസുരന്റെ ശിരസ് തന്റെ ചക്രത്താൽ അരിഞ്ഞു വീഴ്ത്തി. അപ്പൊ ജ്യേഷ്ഠമാസത്തിലെ ശുക്ലപക്ഷ അഷ്ടമി നാളിൽ അർദ്ധരാത്രിയിലാണ് ദേവി മൂകാസുരനെ വധിച്ചത്. മൂകവധത്തിന് ശേഷം ദേവി പരമേശ്വരനോടൊത്ത് കൊല്ലൂരിലെ, അതായത് കോലാപുരത്തിലെ ജ്യോതിർലിംഗത്തിൽ വിലയം പ്രാപിച്ചു എന്നാണ്. അപ്പോ ദിവ്യരൂപിണിയും സിദ്ധ വിദ്യയും സർവ ലക്ഷ്മിമയിയുമായിട്ടുള്ള അനന്തരൂപിണിയായിരിക്കുന്ന ത്രിപുര ഭൈരവിയാണ് ഈ പറയുന്ന കോലാപുരം എന്ന് പറയുന്ന കൊല്ലൂരിലെ ഇഷ്ടദേവത. അപ്പോ സകലവിധ ഭയങ്ങളെയും അകറ്റുന്നവൾ. അപ്പോ ദേവി ഭൈരവി എന്ന് കേൾക്കുമ്പോ തന്നെ നമുക്കറിയാം അല്ലെ, ഉഗ്രമായിരിക്കുന്ന രവത്തോടു കൂടിയവൾ ഭൈരവി, ഉയർന്ന നാദം, വളരെ ഉച്ചത്തിലുള്ള നാദത്തോടു കൂടിയവൾ എന്നർത്ഥം. ഭൈരവി എന്ന ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഭയപ്പാടോട് ഈ ദേവി ഉഗ്രരൂപിണിയായിട്ട്, ഭീകരയായിട്ട് ആണ് നമ്മളെ കാണുന്നത്. കാരണം വാമാചാരങ്ങളിലൂടെ മാത്രമേ ദേവിയെ പൂജിക്കാൻ കഴിയൂ എന്നൊരു ചൊല്ലുണ്ട്. അപ്പോ അതിനാല് ഭൈരവി എല്ലാവർക്കും ഭയമാണ്. കാരണം ഉപാസിക്കാൻ എല്ലാവർക്കും ഭയമാണ്, അല്ലേ എന്നാണ് സാധാരണക്കാര് പറയുന്നത്. പക്ഷേ ഈ ദശമഹാവിദ്യകളുടെ കൂടത്തിൽ ആഴത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് ദേവി വളരെ കരുണാമയിയാണ്. ഇതൊരു വെറും ഭ്രമം മാത്രമാണ്. ദേവീ ദേവന്മാര് ഭീകര രൂപം എടുക്കുമ്പോഴും അവരുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണ്? ലോകമംഗളാണ്, ഭക്ത സംരക്ഷണമാണെന്ന് നമുക്കറിയാം. കാരണം അവരുടെ എത്രത്തോളം അസുരൻ ഭയങ്കരനായിട്ട് തീരുന്നോ അത്രയും ഉഗ്രമായിട്ടുള്ള രൂപം നമുക്കറിയാം. ആ ഒരു ഭദ്രകാളി എന്തിനാ അവതരിടുന്നത്? കണ്ഠേകാളിയായിട്ട്, ശിവന്റെ കണ്ഠത്തിൽ നിന്ന് മകളായിട്ട് വന്ന ഭദ്രകാളി ദാരുകൻ എന്ന് പറയുന്ന ഈ 14 ലോകങ്ങളെയും വിറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ അസുരൻ അത്രയും ഭയങ്കരമായിട്ട് വന്നെങ്കിലേ അവനെ കൊല്ലാൻ പറ്റൂ, അല്ലെ? വേതാള കണ്ഠസ്ഥതയായിട്ടാണ് ഭദ്രകാളി വരുന്നത്. അപ്പോ ഓരോ അസുരന്റെയും ആസുരിക ഭാവം എത്രത്തോളം കൂടുതലാണോ ദേവിയും അതുപോലെ ഉഗ്രഭാവം എടുത്തെങ്കിൽ മാത്രമേ അമ്മയെ പോലെ സ്നേഹത്തോടു കൂടി ഇരുന്ന തന്റെ കുഞ്ഞിനെ കൊല്ലാൻ പറ്റില്ല, അല്ലെ? അമ്മയ്ക്ക് സർവ്വചരാചരങ്ങളും അമ്മയുടെ മക്കളാണ്. അവിടെ നല്ലതും ചീത്തയും ഒന്നും നോക്കാൻ പറ്റില്ല. അപ്പൊ അവിടെ കൊല്ലാനായിട്ട് ദേവി ആ ആളെ സംഹരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? പൂർണ്ണമായിട്ട് തന്നില് വിലയം പ്രാപിപ്പിക്കുക, മോക്ഷം കൊടുക്കുക എന്നാണ്. അപ്പൊ ദേവി അത്രയും ഭയങ്കര രൂപത്തോടെ വന്നെങ്കിൽ മാത്രമേ അവരെ നശിപ്പിക്കാൻ പറ്റൂ. ഇതെല്ലാം തന്നെ നമുക്ക് വേണ്ടിയിട്ടാണ്, ലോകമംഗളത്തിന്, ഭക്ത സംരക്ഷണത്തിന് വേണ്ടിയാണ്. അപ്പൊ ഉപാസിക്കുന്നവരുടെ ചിന്താഗതിക്ക് അനുസരിച്ച്, ആ ഉപാസന ലക്ഷ്യങ്ങൾക്കനുസരിച്ച് ഫലത്തിലും മാറ്റം ഉണ്ടാവുമെന്ന് മാത്രം. അപ്പൊ ദേവിയുടെ ധ്യാനം വളരെ ഭയങ്കരമായിട്ട് രൂപത്തിലുണ്ട്. കാരണം ത്രിനേത്രയും അസുര സൈന്യത്തെ നിഗ്രഹിക്കാനായിട്ട് ഉഗ്രരൂപം എടുത്ത ഭൈരവി ദേവിയെ വർണ്ണിക്കപ്പെടുന്നുണ്ട്. കാരണം എന്നാൽ സൗമ്യഭാവത്തിലുള്ള ഭൈരവി ധ്യാനവും ഉണ്ട്. അപ്പോ ആ സൗമ്യഭാവത്തിലുള്ള ഭൈരവി ധ്യാനം നമ്മൾ ദേവി മഹാത്മ്യത്തിൽ കാണുന്നുണ്ട്, അല്ലെ? ഉദ്യത്ഭാനു സഹസ്രകാന്തി മരുണം ക്ഷൗമാം ശിരോമാലികം രക്താലിപ്ത പയോധരാം ജപവടിയും വിദ്യ അഭീതിയും വരം ഹസ്താബ്ജർ ദധതീം ത്രിനേത്ര വിലസത് ഭക്താരവിന്ദ ശ്രിയം ദേവി ബദ്ധ ഹിമാംശു രത്നമകുടാം വന്ദേ സുമന്ദസ്മിതാം. ഇത് ദേവി മഹാത്മ്യത്തിലുള്ള ഒരു സ്തുതിയാണ്. അപ്പൊ ഉദിച്ചുയരുന്ന ആയിരക്കണക്കിന് സൂര്യന്മാരുടെ പ്രഭയോടുകൂടിയവളും കഴുത്തിൽ ശിരോമാല അണിഞ്ഞവളും ഒരു രക്തവസ്ത്രം അണിഞ്ഞവളും രക്താങ്കിതമായിരിക്കുന്ന, അതായത് ചുവന്ന സ്തനത്തോടു കൂടിയവളും അക്ഷമാല, പുസ്തകം, വരദ, അഭയമുദ്രകൾ എന്നിവയോട് കൂടിയ 4 കൈകളുള്ളവളും ത്രിനേത്രയും രത്നകിരീടത്താൽ ചന്ദ്രക്കല ധരിച്ചവളും മന്ദഹാസം തൂകുന്ന വദനാരവിന്ദത്തോടു കൂടിയവളായിരിക്കുന്ന ഭൈരവി ദേവി അമ്മ വിജയിച്ചാലും. ദേവി ഇരിക്കുന്നത് എന്തിലാ? ചുവന്ന താമരപ്പൂവിലാണ് ദേവി ഇരിക്കുന്നത്. അപ്പോ ദേവിയുടെ കയ്യിലെ അക്ഷമാല അല്ലെങ്കിൽ അക്ഷരമാല എങ്ങനെ വേണമെങ്കിലും പറയാം, അല്ലെ? നമ്മള് കാളിയുടെ കഴുത്തിലും കണ്ടു 51 മുണ്ടമാലകളും ശിരസ്സുകൾ ചേർത്ത മാല. അതുപോലെ ദേവിയുടെ കയ്യില് അക്ഷരമാലയാണ്. ഈ അക്ഷമാല എന്ന് പറഞ്ഞാല് എന്താ അതിനെ സൂചിപ്പിക്കുന്നത്? ആത്മീയ സാധന.
ആത്മീയ സാധനകള്, ജപം, തപം മുതലായവയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ പരബ്രഹ്മ ജ്ഞാനം അരുളുന്നവളാണ് ഭൈരവി. അപ്പൊ ആ അക്ഷമാല കൈ ധരിക്കുന്നത് കൊണ്ട് നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത്? അമ്മ പരബ്രഹ്മ ജ്ഞാനം തരുന്നവളാണ്. ദേവിയുടെ കയ്യിലെ ഗ്രന്ഥം ഈ നമ്മുടെ ഭൗതിക ജ്ഞാനത്തെ കുറിച്ചുള്ളതാണ്. ഇപ്പൊ ഈ പരിണാമത്തിന്റെ അഥവാ മാറ്റത്തിന്റെ ദേവതയാണ് ഭൈരവി. ഇപ്പൊ കാളരാത്രിയാണ് ഭൈരവി എന്ന് പറയുന്നുണ്ട്. സംഹാര ചക്രം നടപ്പിലാക്കുന്നതും ഭൈരവി ദേവിയാണ്. നിത്യപ്രളയത്തിന്റെ, നൈമിത്തിക പ്രളയത്തിന്റെ, ആത്യന്തിക പ്രളയത്തിന്റെ നിയാമക ശക്തിയാണ് ഭൈരവി. ഇപ്പൊ വാമാചാര പ്രകാരവും ദക്ഷിണാചാര പ്രകാരവും ഉപാസിക്കപ്പെടുന്ന ദേവിയുടെ കഴുത്തിലെ ശിരസുകൾ കോർത്തുണ്ടാക്കിയ കപാലമാലയും കാണാം. അപ്പൊ സംഹാരത്തിന് ശേഷം വർത്തിക്കുന്ന ദേവിയാണ് അല്ലെ. അപ്പോ സംഹാരം കഴിഞ്ഞിട്ട് എന്താ, എല്ലാം സംഹരിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാത്തിന്റെയും അല്ലെ ആ ഒരു സിംബോളിക് ആയിട്ട് ആ മാല, അതായത് കപാലമാല ആഭരണമായിട്ട് ധരിക്കുന്ന മുണ്ടമാല ധരിച്ചവൾ, അക്ഷരമാല. അക്ഷരമാല എന്ന് പറഞ്ഞാൽ എന്താ? അകാരാദി ക്ഷകാരാന്തം വരെയുള്ള 51 അക്ഷരങ്ങൾ ചേർന്നതിനാണ് നമ്മൾ അക്ഷമാല എന്ന് പറയുന്നത്. അപ്പൊ ഇതും ധരിച്ചിരിക്കുന്നു. അപ്പൊ ദേവിയിൽ അടങ്ങിയിരിക്കുന്ന ശക്തിയാണ് ആ ഒരു മുണ്ടമാല പ്രതിനിധാനം ചെയ്യുന്നത്. മൃത്യുവായിരിക്കുന്ന ദേവിക്കുള്ള ബന്ധത്തെയും മുണ്ടമാല സൂചിപ്പിക്കുന്നു. മൃത്യു എന്ന് പറഞ്ഞാൽ മാറ്റം സംഭവിപ്പിക്കുന്നവൾ, ശരീരത്തെ ഇവിടെ ഉപേക്ഷിക്കാൻ കാരണമായിരിക്കുന്നവൾ. അപ്പൊ ദേവി പ്രതിനിധാനം ചെയ്യുന്ന സംഹാര ശക്തി എല്ലാ മനുഷ്യരുടെ ഉള്ളിലുണ്ട്. കാരണം പ്രായഭേദം, ലിംഗഭേദം, ജ്ഞാനഭേദം അല്ലെ, ഇതിനെല്ലാം അതീതമാണ് ഈ ശക്തി. അപ്പൊ ഈ സംഹാര ശക്തിയുടെ അധിഷ്ഠാത്രിയാണ് ദേവി ഈ ത്രിപുര ഭൈരവി. അപ്പൊ ഈ ദേവിയാണ് ലോകനാശത്തിന് കാരണമാകുന്നത്. സംഹാര പ്രവണത ഒരളവ് വരെ തടഞ്ഞു നിർത്തപ്പെടുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ സർവവ്യാപിയായ ഭൈരവി ഇച്ഛിക്കുമ്പോൾ മാത്രമേ ഈ സംഹാര ശക്തിക്ക് പുറത്തു വരാൻ കഴിയൂ. അപ്പൊ സംഹാര ശക്തി ലോകനാശത്തിനായിട്ട് വിനിയോഗിക്കുന്നവരില് അതേ ശക്തി തിരിച്ചടിക്കുകയും ചെയ്യുന്നത് ഭൈരവിയുടെ പ്രവർത്തനം കൊണ്ടാണ്. അപ്പോ ഭക്തർക്ക് അഭയപ്രദയും ദുഷ്ടർക്ക് മൃത്യുപ്രദയുമായിരിക്കുന്ന ദേവി തന്റെ ഭീകര രൂപവുമായിട്ട് യുദ്ധഭൂമിയിൽ പെട്ടപ്പോൾ സകല ദൈത്യന്മാരും അസ്തപ്രജ്ഞരായി തീർന്നു എന്ന് തന്ത്രങ്ങൾ പറയണു. ഈ അസുരന്മാരെന്ന് പറയുന്ന ആരാ? കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം അല്ലെ, ഇതാണ് ആസുരിക ഭാവങ്ങൾ. അപ്പൊ യുദ്ധഭൂമി എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സ്. അപ്പൊ ഈ യുദ്ധം സാധാരണഗതി നടക്കുന്നത് ബാഹ്യമായിരിക്കുന്ന ഒരു സ്ഥലത്താണ്. നമ്മളിപ്പോ കുരുക്ഷേത്രം, നമ്മളെ ഭാരതത്തിൽ അങ്ങനെ ഒരു ഭൂമിയുണ്ട്, കുരുക്ഷേത്രം. അവിടെയാണ് മഹാഭാരത യുദ്ധം നടന്നതെന്ന് പറയുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ഏത് യുദ്ധവും ബാഹ്യമായിട്ട് നടക്കുന്നതിന് മുമ്പേ തുടങ്ങുന്ന ഒരു സ്ഥലമുണ്ട്. അതാണ് ഓരോ വ്യക്തിയുടെ മനസ്സ്. അവിടെ ഉണ്ടാകുന്ന ആസുരിക ഭാവങ്ങളും കാമവും ക്രോധവും ലോഭവും ഒക്കെ തന്നെയാണ് പുറത്ത് നമ്മുടെ ക്രിയാത്മകമായിട്ട്, നമ്മുടെ കർമ്മങ്ങളായിട്ട് വന്ന് ഒരാളോട് ദേഷ്യം ഉള്ളിൽ വെച്ചു, അത് കുറെ കാലം ഇരുന്നിരുന്നിരുന്ന് ആ ആളെ കണ്ടു, സംസാരിച്ചു, നമ്മൾ പിന്നെ എന്താ ക്രിയയിലൂടെ ആ ആളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇത് തുടങ്ങിയ യുദ്ധത്തിന്റെ ബീജം ഇട്ടിരിക്കുന്നത് എവിടെയാണ്? അവനവന്റെ മനസ്സിലാണ്. അപ്പൊ യുദ്ധഭൂമി എന്ന് പറഞ്ഞാല് മനസ്സാണ്. ഒരു ദിവസം രാവിലെ തൊട്ട് രാത്രി വരെ ആ അധർമ്മങ്ങൾ തമ്മിലുള്ള പോരാട്ടം നമ്മുടെ മനസ്സിന്റെ യുദ്ധഭൂമിയിൽ സ്ഥിരം നടന്നുകൊണ്ടിരുന്നു. ചെയ്യണോ വേണ്ടയോ, ഇത് നല്ലതാണോ, ഇത് ചെയ്താൽ എനിക്ക് നല്ലത് വരുമോ, ഇല്ലേ? നമ്മൾ എപ്പോഴും, നമുക്ക് എല്ലാത്തിനും സംശയമാണ്. ഒരു സ്ഥലത്ത് ഇരിക്കണോ ഇരിക്കണ്ടേ, അതുവരെ സംശയമാണ്. എല്ലാത്തിനും നമുക്കൊരു ഡ്യുവാലിറ്റി, വേണോ വേണ്ടയോ, യെസ് ഓർ നോ. അപ്പൊ അത് നമ്മുടെ ആ യുദ്ധം നടക്കുന്ന ഭൂമിയാണ് നമ്മുടെ മനസ്സ്. തന്റെ വജ്രായുധം ഉപയോഗിച്ച് ദേവി എവരെ നിശ്ചേതരാക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കാമക്രോധാദികളാകുന്ന ഈ പറയുന്ന വികാരങ്ങളെ എല്ലാം തന്നെ അമ്മയുടെ ആ ഒരു സുദർശന ചക്രം, ദേവി നമുക്കറിയാം മൂകാംബികയിൽ സുദർശന ചക്രം മഹാവിഷ്ണുവിന്റെ വിഷ്ണു സ്വരൂപിണിയായിട്ടാണ് ഇരിക്കുന്നത് അല്ലെ. അമ്മയുടെ ആ മഹാലക്ഷ്മി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും. ദേവിയുടെ കയ്യിൽ സുദർശനമാണ് അല്ലെ. ആ ഒരു ക്ലാരിറ്റി ഓഫ് വിഷൻ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് തീരുമാനിക്കും, ഇത് എനിക്ക് മതി, ഇതാണ് എനിക്ക് വേണ്ടത്, ഇത് മാത്രമേ എനിക്ക് നന്മ നൽകുള്ളൂ എന്നിപ്പോ ഏതൊരു ഉപാസനാ പദ്ധതി കയറിയാലും ഏതൊരു ഭൗതിക വിഷയങ്ങളിലാണെങ്കിലും നമുക്ക് തീരുമാനം എടുക്കണമെങ്കിൽ തെളിഞ്ഞ ബുദ്ധി വേണം. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ വേണോ വേണ്ടയോ എന്നുള്ളതിരിക്കും. അപ്പൊ ഈ ദേവി എന്താ ചെയ്യുന്നത്? ആ യുദ്ധഭൂമി ആയിരിക്കുന്ന മനസ്സില് നമുക്ക് ഈ വികാരങ്ങൾ തോന്നിക്കുന്ന ആ ഷഡ് വികാരങ്ങളെയും അമ്മ തന്റെ സുദർശനമാകുന്ന ചക്രം കൊണ്ട് എല്ലാത്തിനെയും നിശ്ചേതരാക്കുന്നു. അതിനാണ് മനസ്സിനെ ഭൈരവി ദേവി. അതുകൊണ്ടാണ് ഈ മനസ്സിലാണ് ദേവി അവതാരം എടുക്കുന്നത്. അപ്പോ ആ ഒരു എന്താ പറയാ, ഭക്തര് ചെയ്യേണ്ടത് എന്താ? അമ്മേ സ്വന്തം മനസ്സിൽ അവതരിപ്പിക്കണം. ദേവിയെ നമ്മൾ ഇവിടെയാ വിളിക്കേണ്ടത്. അപ്പൊ ദേവിയാകുന്ന അഗ്നിജ്വാലയില് ഈ ദുർവിചാരങ്ങളാകുന്ന കൊടും കാട് കത്തി എരിഞ്ഞ് ചാമ്പലാകണേന്ന് നമ്മൾ ദേവിയോട് പ്രാർത്ഥിക്കുക.
കാരണം എന്താ? ദേവി ക്രോധരൂപിണിയാണ്. അത്യധികം ഭയങ്കരമായിരിക്കുന്ന രൂപത്തോട് വരുന്നതാണ്. ക്രോധത്തോടു കൂടിയാണ് ദേവി ആവിർഭൂതയാകുന്നത് അല്ലെ? സംഹാരം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ക്രോധമാണ് എല്ലാത്തിനെയും ചുട്ട് കരിച്ച് ഇല്ലാതാക്കുന്ന ഒരു തലമാണ്. പക്ഷേ ദേവിയുടെ ക്രോധം എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ദുർവിചാരങ്ങളോടാണ്, അല്ല നമ്മളോടല്ല, ഒരു ജീവനോടല്ലത്. നമുക്കുണ്ടാകുന്ന ദുർവിചാരങ്ങളെയാണ് ദേവി ഇല്ലാതാക്കുന്നത്. ഇവ നമ്മുടെ ആധ്യാത്മിക വളർച്ചയെ തകർക്കുന്നതാണ് ഈ ദുർവികാരങ്ങൾ. ഇതുകൊണ്ടാണ് നമുക്ക് ഉപാസനയിലോ ജീവിതത്തിലോ എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കാൻ സാധിക്കാതിരിക്കുന്നത്. എന്താ? ഈ ഊർമികൾ നമ്മുടെ ചക്രങ്ങളിലും താമസമാക്കി. ഏറ്റവും വലിയ ശത്രു എന്താണ്? കാമവും ക്രോധവും അല്ലെ? പാശവും അങ്കുശവും ലളിതാ ത്രിപുര സുന്ദരി വെച്ചിരിക്കുന്ന തന്നെ ഇതിനാണ്. അപ്പോ ഈ പറയുന്ന ആ ഒരു സാധകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ ത്രിപുര ഭൈരവിയുടെ രൂപം എടുക്കുന്നത്. ഇത് ഒരാളാണ്. ആദിശക്തിയായിരിക്കുന്ന പരാശക്തിയായിരിക്കുന്ന പാർവതി ദേവി എന്ന് പറയുന്ന ഒറ്റ ശക്തിയേ ഉള്ളൂ. അമ്മ 10 തലത്തില് 10 രൂപം എടുക്കുന്ന എന്തിനാ? സാധകനെ രക്ഷിക്കാനാണ്. ആ യുദ്ധ സന്നദ്ധയായിട്ട് ദേവി ഉത്ഭവിക്കുകയാണ് അല്ലെ? ചിതഗ്നികുണ്ട സംഭൂത. അവനവന്റെ ചിത്താകുന്ന അഗ്നികുണ്ടത്തിൽ നിന്നാണ് അമ്മ ഉയർന്നു വരുന്നത്, പുറത്തുനിന്നല്ല. എന്തിനാ വരുന്നത്? ദേവകാര്യ സമുദ്യത. അപ്പൊ ദേവന്മാര് വിളിച്ചാ വരും, നമ്മൾ വിളിച്ചാ വരും എന്ന് പറഞ്ഞിട്ടില്ല അവിടെ. മനുഷ്യര് വിളിച്ചാലോ അസുരന്മാര് വിളിച്ചാലോ വരും എന്ന് പറഞ്ഞിട്ടില്ല. അവൻ ദേവനാവണം. ദിവ എന്ന് പറഞ്ഞ പ്രകാശം. അവന്റെ ഉള്ളിൽ നന്മയുണ്ടായിരിക്കണം, നല്ല വികാരങ്ങൾ ഉണ്ടായിരിക്കണം, എല്ലാരോടും സ്നേഹം, കാരുണ്യം. അവനാണ് ദേവൻ. തന്റെ കാര്യങ്ങൾ മാറ്റിവെച്ച് എല്ലാവരെയും, പ്രപഞ്ചത്തിൽ എല്ലാറ്റിനെയും സഹായിക്കുന്നത്, എല്ലാത്തിനോടും ഒരു കരുണയുള്ളത്, എല്ലാറ്റിനെയും ബഹുമാനിക്കുന്ന ഒരു ശക്തി അല്ലെ? അവരാണ് ദേവന്മാര്. അതുകൊണ്ടാണ് ഏത് ദേവന്മാര് തപസ് ചെയ്താൽ അൾട്ടിമേറ്റ്ലി എല്ലാ ഈശ്വരന്മാരും എന്തുകൊണ്ടാ ദേവന്മാര് വിളിച്ചാ വരുന്നത്? ഇന്ദ്രനൊക്കെ എത്രയോ പാപങ്ങൾ ചെയ്യുന്നു, പക്ഷെ ഇന്ദ്രൻ വിളിച്ചാൽ എല്ലാ ദേവകളും വരുന്നു. ഇന്ദ്രൻ അവനവന്റെ കാര്യത്തിന് വേണ്ടിയിട്ടല്ല, എല്ലാവർക്കും വേണ്ടിയിട്ടല്ലേ? ഇന്ദ്രൻ മനസ്സാണ്. അപ്പൊ എല്ലാവർക്കും വേണ്ടി നന്മ ചെയ്യുന്നവരെ എല്ലാവരും ബഹുമാനിക്കുന്ന അർത്ഥം. അപ്പൊ നമ്മള് ദേവനായാൽ മാത്രമേ നമ്മുടെ ആ ഒരു ദേവകാര്യ സമുദ്യത, ദേവൻ വിളിക്കുമ്പോഴാണ് ദേവി ചിതഗ്നികുണ്ടത്തിൽ നിന്ന് വരുന്നത്. സ്വന്തം കുഞ്ഞിന് എന്തെങ്കിലും ആപത്ത് വരുമ്പോ അവനെ രക്ഷിക്കാനായിട്ട് കയ്യും മെയ്യും മറന്നു പൊരുതുന്ന മാതാക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ? അതുപോലെയാണ് ഈ ഭൈരവി ദേവി. അപ്പൊ ആത്മീയ വികാസത്തെ തടസ്സപ്പെടുത്തുന്ന വിപരീത ശക്തികളെ നിർദ്ദയം നിരോധിക്കുന്ന ഭൈരവി ദേവി ദുരിതത്തെയും രോഗത്തെയും അന്ധകാരത്തെയും നിർമ്മാർജ്ജനം ചെയ്യുന്നു. മാത്രമല്ല എന്താണ്? ചതുർവിധ പുരുഷാർത്ഥങ്ങളും നൽകുന്നവളും ഈ മഹാശക്തിയാണ് ഈ ദേവി, ഈ മഹാദേവി. അപ്പൊ ദേവി സാധകനെ, പ്രത്യേകിച്ച് ഉപാസനാ മാർഗത്തില് ദേവി ഒരുപാട്, അതുകൊണ്ടാണ് അക്ഷമാല കയ്യിൽ വെച്ചിരിക്കുന്നത്. ഇപ്പൊ സംഹാര രൂപിണിയാണ് ഭൈരവി എന്ന് നമ്മൾ കണ്ടു. സൃഷ്ടിയും സംഹാരവും പരസ്പര പൂരകങ്ങളായിരിക്കുന്ന രണ്ട് പ്രക്രിയകളാണ്. കാരണം പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് രണ്ടും ആവശ്യമാണ്, എന്നാലേ പ്രപഞ്ചം നിൽക്കുള്ളൂ അല്ലെ? ഭൈരവി ഉപാസകൻ മൃത്യുവിനും അപ്പുറത്തുള്ള ഒരു തലത്തിലേക്ക് ഉയർത്തപ്പെടുന്നു എന്നർത്ഥം. അപ്പൊ ഒരു ജീർണതയുടെ പ്രതീകമാണ് ഭൈരവി. സമ്പൂർണ്ണ നാശത്തിലേക്കുള്ള മനുഷ്യന്റെ പ്രയാണത്തെ ആ ഒരു ആരംഭാവസ്ഥയാണ് ഭൈരവി തന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇപ്പൊ കോപം, അസൂയ, സ്വാർത്ഥത തുടങ്ങിയ ദുർവികാരങ്ങൾ മനസ്സിൽ ഉടലെടുത്താൽ ദേവി തന്റെ പ്രവൃത്തി ഉടനെ തന്നെ ആരംഭിക്കും. കാരണം ദുർവാസനകൾക്ക് വാസസ്ഥാനമായിരിക്കുന്ന ശരീരത്തെ ക്രമേണ ജീർണിപ്പിച്ച് ഒടുവിൽ ദേവി സംഹരിക്കുന്നു എന്നർത്ഥം. അതെങ്ങനെയാ? കാരണം ഈ ശരീരത്തിലാണ് മനസ്സും ബുദ്ധിയും ഒക്കെ ഇരിക്കുന്നത് അല്ലെ? അപ്പൊ എപ്പോഴാണോ നമുക്ക് ദുർവികാരങ്ങൾ മനസ്സിൽ ഉടലെടുത്ത് മോശമായിട്ടുള്ള പ്രവൃത്തികൾ തുടങ്ങുമ്പോൾ ദേവി എന്ത് ചെയ്യും? ഈ ശരീരത്തെ തന്നെ ജീർണിപ്പിച്ച് ശരീരത്തെ ഇല്ലാതാക്കും, പ്രകൃതിയിൽ ലയിപ്പിക്കുന്നു പറയുന്നു. ഇപ്പൊ നമ്മൾ താമസിക ഭക്ഷണപ്രിയര്, മദ്യം കഴിക്കുന്നവര്, മദ്യപ്രിയര്, കലഹപ്രിയര്, അമിതമായിട്ടുള്ള ലൈംഗിക തൃഷ്ണയുള്ളവര്, ഇവരെല്ലാം തന്നെ ദേവിയുടെ സംഹാര ശക്തിക്ക് എന്താ പറയാ, ദേവി ആ സംഹാര ശക്തി അവരില് പ്രയോഗിക്കും. ക്രമേണ അവരുടെ പ്രജ്ഞയും ശരീരവും ജീർണിക്കും. ഇതൊക്കെ അമിതമായിട്ടുള്ള മദ്യം എന്താ? അവനവന്റെ ശരീരത്തെ ജീർണിപ്പിക്കും ഇല്ലേ? ലഹരികൾ കടിമയാകുമ്പോ ശരീരം ജീർണിക്കും. അപ്പൊ ഇതിനകത്തിരിക്കുന്ന ആത്മാവിന് ഒരു കുഴപ്പമില്ല, ശരീരമാണ് ജീർണിക്കുന്നത്. പഞ്ചഭൂതങ്ങളില് ഈ ശരീരം ലയിക്കത്തക്ക വിധത്തില് ത്രിപുര ഭൈരവിയുടെ ആ ഒരു എന്താ പറയാ അനുഗ്രഹം അവിടെ ഉണ്ടാവും. ഈ ശരീരത്തെ ജീർണിപ്പിച്ച് എന്താണോ അമിതമായിട്ട് നമ്മൾ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, ആ വസ്തുവിനെ ദേവി ഇല്ലാതാക്കുന്ന അർത്ഥം. അങ്ങനെ അവരുടെ പ്രജ്ഞ നശിച്ച് അവരുടെ ശരീരവും ജീർണിച്ചു. അങ്ങനെ ലോകത്തിന് ഭാരമാകുന്നവരെ നാനാവിധത്തിൽ ജീർണിപ്പിച്ച് എത്രയും വേഗം സംഹരിക്കുക, അവരുടെ പഞ്ചഭൂതങ്ങളെ തിരിച്ചതിൽ ലയിപ്പിക്കുക എന്നുള്ളതാണ് ദേവിയുടെ ഭൈരവി. അതുകൊണ്ടാണ് ദേവി ഭയങ്കര എന്താ പറയാ ശക്തിയാണ്. ആ ത്രിപുര ഭൈരവി അത്രയും എന്താ പറയാ ഉയർന്ന തലമാണെന്ന് പറയാൻ കാരണം. ഇപ്പൊ പരാശക്തിയുടെ കോപഭാവവും പരമാത്മ ചൈതന്യത്തിന്റെ ദിവ്യ തേജസ് വഹിക്കുന്നവളും
വാക്കിന്റെ ഉദ്ഭവശക്തിയും ചിദഗ്നി സ്വരൂപിണിയുമാണ് ഭൈരവി. അപ്പൊ ജീവിത പ്രചോദനത്തിന് ആവശ്യമായിട്ടുള്ള മനഃശക്തി അരുളുന്നവളാണ് ഭൈരവി. എല്ലാ പരിമിതികളെയും അഹങ്കാരത്തിൽ നിന്ന് സംജാതമാകുന്ന സ്വാർത്ഥ ബോധത്തെയും സംഹരിച്ച് മിന്നൽ പിണർ പോലെ ഭയാനകമായിട്ട് വിശ്വചക്രവാളത്തില് ആ പ്രശോഭിക്കുന്ന ദേവി. കാരണം ഈ ത്രിപുര ഭൈരവി ആ ഒരു ദശമഹാവിദ്യകളിൽ 5ആയിട്ട് ഇരുന്നു കൊണ്ട് ഓരോ ഉപാസകനെയും അവന്റെ ആത്മീയ പ്രയാണത്തില് ആ ജീവനെ ഉയർത്താനായിട്ട് വളരെയധികം സഹായിക്കുന്നു. അപ്പൊ മഹിഷ നിഗ്രഹത്തിനായിട്ട് അവതരിച്ച ദുർഗ ഭൈരവി ദേവിയുടെ വ്യത്യസ്ത ഒരു ഭാവമാണ്. അപ്പൊ ദുർഗകളിൽ നിന്ന് ദുർഗങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ദുർഗതികളിൽ നിന്ന് കഷ്ടതകളിൽ നിന്ന് കരകയറ്റുന്ന ദേവിയാണ് നമ്മൾ ദുർഗ. ദുർഗമൻ എന്ന് പറയുന്ന അസുരനെ വധിച്ചത് കൊണ്ട് ദുർഗ. അപ്പൊ ഭൈരവിയുടെ മറ്റൊരു ഭാവമാണ് ദുർഗ. അതുപോലെ തന്നെ ഭൈരവിയുടെ വേറൊരു ഭാവമാണ് കാളരാത്രി. അപ്പൊ കാളരാത്രി ദേവിയുടെ ധ്യാനം തന്നെ നമുക്കറിയാം അല്ലെ. ആ ഒരു എന്താ പറയാ, ശൂലാബ്ജ പാശാങ്കുശ പത്മഹസ്താം ചതുർഭുജാം ധൂമനിഭാം ത്രിനേത്രാം സിംഹാസനസ്ഥാം ഹൃദ പീതവസ്ത്രാം ധ്യായേ മഹേശീം ഹൃദി കാളരാത്രിയും. കാളരാത്രിയായിരിക്കുന്ന ദേവി നമുക്കറിയാം നവദുർഗകളില് നമ്മൾ ആരാധിക്കുന്നതിൽ 7ാമത്തെയാണ് കാളരാത്രി. അപ്പൊ കാളരാത്രിയായിരിക്കുന്ന ദേവിയുടെ കയ്യിൽ ശൂലം വജ്രവും നമുക്ക് കാണാം. അപ്പൊ ചണ്ടമുണ്ടാദികളെ വധിച്ചവളായതുകൊണ്ട് കാളരാത്രിയായിരിക്കുന്ന ഭൈരവി ചാമുണ്ടി എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെ ദശമഹാവിദ്യകളില് എന്താ പറയാ, ആ ഒരു ചിന്നമസ്ത ദേവിയെ പരാഡാഗിനി എന്നും ത്രിപുര ഭൈരവിയെ അപരാഡാഗിനിയും എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ചിന്നമസ്ത ദേവിയെ പരാഡാഗിനി, ത്രിപുര ഭൈരവിയെ അപരാഡാഗിനി. അപ്പൊ ശരീരത്തിലെ മൂലാധാര ചക്രത്തിലാണ് ഭൈരവി ദേവി അധിവസിക്കുന്നത്. അപ്പൊ ഈ ദൈവിക ശക്തി നമ്മുടെ ഉള്ളിലുണ്ട്. ഈ പറയുന്ന 10 ദശമഹാവിദ്യകളും നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ഈ ശക്തികളെ നമ്മൾ നിരന്തരമായിട്ട് സാധനകളിലൂടെ ഉണർത്തിയെടുക്കണം. 10 പേരെ ഉണർത്തിയില്ലെങ്കിൽ ഒരാളെങ്കിലും നമുക്ക് ഉണർത്താൻ സാധിക്കണം അല്ലെ. ആ കുണ്ടലിനി മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുകയാണ്. ഈ ശക്തിയെ ഉണർത്താൻ എന്താ വേണ്ടത്? നമുക്ക് ഉഗ്രമായിരിക്കുന്ന തപസ് വേണം, ഏകാഗ്രത വേണം, മനഃശുദ്ധി വേണം അല്ലെ. ഇതെല്ലാം കൊണ്ട് മാത്രമേ ഈ ഉറങ്ങിക്കിടക്കുന്ന ദൈവിക ശക്തികളെ നിരന്തരമായിരിക്കുന്ന മന്ത്ര സാധന വേണം. ഇതെല്ലാം കൊണ്ട് മാത്രമേ നമ്മുടെ ഉള്ളിലെ ഈ ദേവി ഉണർന്ന് നമ്മളെ ദേവന് തുല്യം പരിശുദ്ധരാകണം. നമ്മുടെ എല്ലാവരും പറയാറുണ്ട് ചിത്തശുദ്ധി നേടിയാലേ ദേവി വരുള്ളൂ എന്നല്ലേ. ഈ ചിത്തശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? കാമക്രോധാദികളിൽ നിന്നും പൂർണ്ണമായിരിക്കുന്ന മനസ്സ് ശുദ്ധമായിക്കൊണ്ട് ആരോടും പക വച്ചു പുലർത്താതെ എല്ലാരോടും കരുണയായിട്ട് നമുക്ക് എന്തെങ്കിലും നെഗറ്റീവ് തോന്നണമെങ്കിൽ അതിൽ നിന്ന് വിട്ടു നിന്നുകൊണ്ട് നമ്മൾ എന്ത് വേണം? നമ്മൾ ദേവിയുമായിട്ട് കൂടുതൽ അടുക്കണം, തപസ്സിന് പ്രാധാന്യം കൊടുക്കണം. അതിനാണ് നമ്മൾ ഏകാഗ്രതയും മനഃശുദ്ധിയും വേണമെന്ന് പറയാൻ കാരണം. തപസ്സിന്റെ മാതാവായിരിക്കുന്ന ഭൈരവി ആ പഞ്ചേന്ദ്രിയങ്ങളെയും ചിന്തകളെയും നിയന്ത്രിച്ച് സാധകനെ ശരിയായ മാർഗത്തിലേക്ക് നയിക്കും. തപസ്, വ്രതം, ധ്യാനം, തീർത്ഥാടനം, ബ്രഹ്മചര്യം തുടങ്ങി സാധകർക്ക് മോക്ഷസിദ്ധി നേടാൻ ആവശ്യമുള്ള സകലതും ഉണ്ടാകാൻ വേണ്ടി അതിന് എന്തെങ്കിലും തടസ്സം ഉണ്ടാകണമെങ്കിൽ അതിനെ നീക്കുന്നവളാണ് ഭൈരവി. അതുകൊണ്ട് യോഗിമാര് നിരന്തരം ദേവിയെ ഉപാസിക്കുന്നു എന്നാ പറയുന്നത്. ദേവിക്ക് മന്ത്രം, യന്ത്രം, കവചം, സ്തോത്രം, ഭൈരവി സഹസ്രനാമം എല്ലാം ഉണ്ട്. ഈ നമ്മളിപ്പോ ദശമഹാവിദ്യയില് ഏതെങ്കിലും ഒരു വിദ്യയാണ് നമ്മൾ ഉപാസ്യ ദേവതയായിട്ട് എടുക്കണമെങ്കിൽ ആ ഓരോ ദേവതയ്ക്കും സഹസ്രനാമവും യന്ത്രങ്ങള് അതിന്റെ ആ തന്ത്രം എങ്ങനെയാണ് അതുമായിട്ട് കൂട്ടി യോജിക്കപ്പെടേണ്ടത് ആ രീതിയിലുള്ള എല്ലാം തന്നെ ഓരോ ദേവതയ്ക്ക് 10 മഹാവിദ്യകൾക്കും ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിൽ ഏതാണ് ചൂസ് ചെയ്യുന്നത്? നമ്മുടെ എന്താ പറയാ ആ ഒരു മനോബുദ്ധികള് ഏതുമായിട്ടാണോ താതാത്മ്യം, നമുക്ക് ഏതാണോ ഉൾക്കൊള്ളാൻ പറ്റുന്നത് അപ്പൊ അതിനെ ഒരു ഉപാസകൻ സ്വീകരിക്കുക. ഏതാണെങ്കിലും നമ്മുടെ ആ ഒരു മോക്ഷമാർഗം, ആ ഒരു ബ്രഹ്മ ഐക്യമാണ് എല്ലാത്തിന്റെയും ഏറ്റവും പരമമായിരിക്കുന്ന ലക്ഷ്യം. ഇതിൽ ഏത് ദേവതയെ എടുത്താലും നമുക്ക് അവസാനം എന്താണ്? ആ ഒരു ജീവന് പരശിവനായിരിക്കുന്ന ബ്രഹ്മവുമായിട്ട് ആ ബ്രഹ്മ തലത്തിലെത്തി ആ ഒരു മോക്ഷമാർഗത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് എല്ലാ ദശമഹാവിദ്യകളുടെ. ദേവി 10 രൂപം എടുത്തിരിക്കുന്നതിന്റെ ആ 10ന്റെയും ആ ഒരു രഹസ്യം അല്ലെങ്കിൽ പ്രാധാന്യം. ഇപ്പൊ ത്രിപുര ഭൈരവി എന്ന് പറയുന്ന ദേവത ആ ദശമഹാവിദ്യകളിൽ 5ാമത്തേതായിരിക്കുന്ന ആ ദേവതയുടെ നമ്മുടെ എന്താ പറയാ ആന്തരിക അർത്ഥം, ദേവി എന്തിനാണ് ആവിർഭൂതയായത്, ദേവിയുടെ ലക്ഷ്യം എന്താണ്, ആ ദേവി എങ്ങനെ ഉപാസിക്കണം, ഇതെല്ലാം നമ്മൾ കണ്ടു. അങ്ങനെ ത്രിപുര ഭൈരവി തത്വം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് നമുക്കിവിടെ നിർത്താം. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.